السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. سيرى الله عملكم ورسوله. നിങ്ങളുടെ പ്രവൃത്തികൾ അള്ളാഹുവും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കാണുന്നതാണ്. നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനിക്കുന്നുണ്ട് എന്ന ഒരു ബോധം നമുക്കുണ്ടാകും. അങ്ങനെ നാം ഇത്തഖുള്ള അള്ളാഹുവിൽ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുകയും സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹയ്യുൻ ഫീ ഖബരിഹി, ഖബറിൽ ജീവിക്കുന്ന നേതാവാണ്. അതുകൊണ്ട് നാം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് ചെല്ലുന്ന മരിക്കണമെങ്കിൽ നാം നല്ല തഖ്വയോടുകൂടിയുള്ള ഒരു ജീവിതം നാം നയിക്കുക. വൽആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ്. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എല്ലാവരും സ്വർഗത്തിലാണ് ഇല്ലാ മൻ അബ, സ്വർഗം വേണ്ടെന്ന് വെച്ചവർ. ആരാണ് ഈ സ്വർഗം വേണ്ടെന്ന് വെച്ചവർ? തോന്നിയതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗം വേണ്ടെന്ന് വെച്ചവർ. വിശുദ്ധ ഇസ്ലാം 5 നേരം നിസ്കരിക്കുവാനും നോമ്പെടുക്കുവാനും സക്കാത്ത് കൊടുക്കുവാനും ഒക്കെ പറയും. ഇതൊന്നും അനുഷ്ഠിച്ചില്ല എങ്കിൽ നമുക്ക് സ്വർഗം കിട്ടുകയില്ല. അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമങ്ങളെ പാലിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗം ലഭിക്കുകയും മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അങ്ങനെ നാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ.